മധ്യപ്രദേശിലെ ഇൻഡോറിൽ നടന്ന ഏറ്റവും ഹീനകരമായ ഭയാനകരമായ റേപ്പ്, പട്ടാളക്കാരെ ആക്രമിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും അതിശക്തമായി ഇതിനെ അപലപിക്കുകയും മധ്യപ്രദേശിൽ നടന്ന ഈ കാര്യം, അതായത് പട്ടാള ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും അവരുടെ വനിതാ സുഹൃത്തുക്കളെ റേപ്പ് ചെയ്യുകയും ചെയ്ത ആൾക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും ആ സംസ്ഥാനത്തെ BJP നേതൃത്വത്തിനെതിരെയും അദ്ദേഹം അതിശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു നന്മ കക്ഷി രാഷ്ട്രീയം നോക്കാറില്ല. അത് വെസ്റ്റ് ബംഗാളിൽ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തു കൂടിയായ ശ്രീമതി മമതാ ബാനർജി ഭരിക്കുന്ന വെസ്റ്റ് ബംഗാളിൽ RJക്കർ മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവവും രാഹുൽ ഗാന്ധി ഇതേപോലെ അപലപിച്ചിരുന്നു. ഇതേപോലെ മഹാരാഷ്ട്രയിൽ നടന്ന സംഭവവും ഇപ്പോൾ മധ്യപ്രദേശിൽ നടക്കുന്ന സംഭവവും എവിടെ നടക്കുന്ന സംഭവവും അവിടെയാണ് ഈ റേപ്പ് അടക്കമുള്ള കാര്യങ്ങളെ നമ്മൾ രാഷ്ട്രീയ ആയുധമാക്കരുത്, വെപ്പണൈസ് ചെയ്യരുത്. അത് കക്ഷി രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല, ഒരു ഭരണകൂടത്തിന്റെയും മാത്രം പ്രശ്നമല്ല. നമുക്ക് കുറെ കൂടെ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ വേണം, എല്ലാ സ്ഥലങ്ങളിലും CCTV പോലുള്ള കാര്യങ്ങൾ വേണം, ഇത്തരം പെർപെറ്റേറ്റേഴ്സ് അല്ലെങ്കിൽ ഇത്തരം ആൾക്കാരുടെ മനസ്സിൽ ഫിയർ വേണം. രാഹുൽ ഗാന്ധി അതിശക്തമായിട്ട് ആ വിഷയം റേസ് ചെയ്യുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ് ഇങ്ങനെയാണ്: ഒഡാസിറ്റി ഓഫ് ദി ക്രിമിനൽസ്. ഈ ക്രിമിനൽസിന്റെ ഒഡാസിറ്റി എന്ന് പറയുന്നത് പേടിപ്പിക്കുന്നതാണ്, ഇത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷന്റെ ഫെയിലിയർ ആണ് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. 2 ഓഫീസേഴ്സ്, അവർക്ക് 23ഉം 24ഉമാണ് പ്രായം. അവർ 2 ഫീമെയിൽ സുഹൃത്തുക്കളോടൊപ്പം പിക്നിക്കിന് പോവുകയും 6-7 പേര് വന്ന് അവരെ ആക്രമിക്കുകയും റേപ്പ് ചെയ്യുകയും ഈ ആർമിക്കാരെ തല്ലി ഓടിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. വളരെ വിഷമകരമായ ഒരു സംഭവമാണ്. പട്ടാളക്കാർക്ക് പോലും അത്തരം ഒരു സംഭവം ഏൽക്കേണ്ടി വരികയും അവരുടെ വനിതാ സുഹൃത്തുക്കൾക്ക് പോലും അത്തരം ഒരു കാര്യം ഏൽക്കേണ്ടി വരികയും ചെയ്യുന്നത് ദാരുണമാണ്, വിഷമകരമാണ്. നമ്മുടെ നാട്ടിലെ സ്ത്രീ സുരക്ഷയ്ക്ക് കുറെ കൂടെ പ്രാധാന്യം കിട്ടണം. ആ പ്രാധാന്യം രാഷ്ട്രീയത്തിന് വേണ്ടിയോ മാധ്യമങ്ങൾക്ക് വേണ്ടിയോ കയ്യടിക്ക് വേണ്ടിയോ പറയുന്നതാകരുത്. ജെനുവിനായിട്ടുള്ള റിഫോംസ്, ഉദാഹരണം രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലും CCTV വെക്കണം. വളരെ പ്രായോഗികവും പെട്ടെന്ന് നടക്കുന്നൊരു കാര്യവുമാണ്. പല സ്ഥലങ്ങളിലും CCTV ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു പേടി ഉണ്ടാകും, ഫിയർ ഉണ്ടാകും. നമ്മളുടെ വണ്ടിയുടെ പ്ലേറ്റ് അതിൽ വരും, സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകണമെങ്കിൽ അറിയാൻ കഴിയും. ഇതിനൊക്കെ സെൻട്രലൈസ്ഡ് ആയിട്ട് ഏതെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികൾക്ക് ടെൻഡർ കൊടുത്തൊരു സർക്കാരിന് ചെയ്യാവുന്ന കാര്യമാണ്. ചെറിയ പ്രായത്തിലെ വാല്യൂ എഡ്യൂക്കേഷൻ പോലുള്ള കാര്യങ്ങൾ റേസ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളും അല്ലെങ്കിൽ ഹൗ ടു ട്രീറ്റ് വുമൺ പോലുള്ള കാര്യങ്ങൾ റേസ് ചെയ്യുക. പലപ്പോഴും നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർ ചെയ്യുന്നത് ഇതൊക്കെ ആരോപണത്തിന് വേണ്ടി ബാക്കിയുള്ളവരെ കരിവാരിത്തേക്കാനുള്ളൊരു വെപ്പണായിട്ട്, ആയുധമായി ഉപയോഗിക്കുകയാണ്. അതിനപ്പുറം സീരിയസ് ആയിട്ട് ഇത്തരം കാര്യങ്ങളെ നമ്മൾ ഡീൽ ചെയ്യണം. ഒരുപാട് നല്ല സജഷൻസ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരണം. മധ്യപ്രദേശിലെ ഇൻഡോറിലെ ഈ പട്ടാളക്കാർക്ക് പോലും നേരിടേണ്ടി വന്ന ദാരുണമായ ദുരന്തം, റേപ്പ് നമ്മുടെ ജനമനസാക്ഷിയെ ഉണർത്തട്ടെ. അതാണ് ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും ഹൈലൈറ്റ് ചെയ്തത്. ഇതൊരു കക്ഷി രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല, നമ്മളെന്ന രാജ്യത്തിന്റെ പ്രശ്നമാണ്. അത് രാഷ്ട്രത്തിന്റെ പ്രശ്നമായി, രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ലാതെ കാണാൻ നമുക്കാകട്ടെ. നമസ്കാരം. നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക. എല്ലാ കമന്റും ഞാനിത് വായിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും. തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്വാളിറ്റി ഉള്ള കണ്ടന്റ്, കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക്. എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ കമന്റ്സ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദരം, നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം, നെഗറ്റീവ് ക്രിറ്റിസിസം, ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും.